ഇന്ന് രാവിലെ അമ്മയുടെ ഒരു ആഗ്രഹം, ആറ്റുകാലിൽ പോകണം. പോയി. ഉത്സവകാലമായതിനാൽ ആറ്റുകാലമ്മയുടെ ദർശനം കിട്ടാൻ മണിക്കൂറുകൾ, ആയിരങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കും. ഈ തിരക്കിലും വിവിധ വേദികളിൽ ഭക്തിഗാനമേളയും ദേവി സ്തുതിചൊല്ലലും ഒക്കെ നടക്കുന്നുണ്ട്. ദർശനം കിട്ടി തൊഴുതു നിൽക്കുമ്പോൾ ദർശനം കാണാനെത്തിയ ചില അമ്മമാരുടെ പ്രാർത്ഥനകൾ. അമ്മേ, ഈ തിരക്കിനിടയിലും അമ്മയുടെ ദർശനം ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഭക്തിയിൽ നിന്നുണ്ടായ കണ്ണുനീർ. അതെ, ഇത് സ്ത്രീകളുടെ ശബരിമല. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്നലെ കൊടിയേറി. കുംഭമാസത്തിലെ പൂരം നാളായ 25-നാണ് ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നത്. 27-ന് ഉത്സവം സമാപിക്കും. ഇന്നലെ രാവിലെ 8-ന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവം ആരംഭിച്ചത്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ അതിപ്രധാനമായ ഉത്സവമാണ് കുംഭമാസത്തിലെ പൊങ്കാല. ദ്രാവിഡ ജനതയുടെ ആചാര വിശേഷമാണ് പൊങ്കാലയെങ്കിലും കേരളത്തിന്റെ തെക്കൻ നാടുകളിൽ മാത്രം ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്ന പൊങ്കാല ക്രമേണ മറ്റു സ്ഥലങ്ങളിൽ കൂടി വ്യാപരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന ഉത്സവ പരിപാടികൾ കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം, അതായത് 9-ാം ദിവസം നടക്കുന്ന പൊങ്കാലയോടും തുടർന്ന് ഗുരുതി സമർപ്പണത്തോടും കൂടി സമാപിക്കുന്നു. കുംഭമാസത്തിലെ പൂരം നാളാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല. കാർത്തിക നാളിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കും. ആറ്റുകാലമ്മയ്ക്ക് ഭക്തരർപ്പിക്കുന്ന ഏറ്റവും വലിയ നൈവേദ്യമാണ് പൊങ്കാല. ഉത്സവത്തിന്റെ തുടക്കമായി ഭഗവതിയുടെ കയ്യിൽ ആദ്യം കാപ്പ് കെട്ടും. തുടർന്ന് മേൽശാന്തിയുടെ കയ്യിലും കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തി കഴിഞ്ഞാൽ ആറ്റുകാലിൽ തുടർന്നുള്ള 9 ദിവസങ്ങളിൽ കണ്ണകി ചരിതം തോറ്റം പാട്ട്. കണ്ണകിയുടെ കണവനായ പാലകനെ തോറ്റുന്നത് 9-ാം ദിവസമാണ്. ഇത് കഴിഞ്ഞാണ് പൊങ്കാല. പൂരം നാളിലെ ശുഭമുഹൂർത്തത്തിൽ മേൽശാന്തി ശ്രീകോവിലിൽ നിന്ന് തെളിയിക്കുന്ന ദീപം തിടപ്പള്ളിയിലെ പ്രത്യേകം തയ്യാറാക്കിയ നിവേദ്യ അടുപ്പ് കത്തിക്കുന്നു. ആ തീനാളം മറ്റ് പൊങ്കാല അടുപ്പുകളിലോട്ട് പകരുന്നതോടുകൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാരംഭമായി. അമ്മയുടെ പൊങ്കാല വിശേഷങ്ങളുമായി പോസ്റ്റോ ന്യൂസ് ചേരുന്നതാണ്. അമ്മേ ശരണം, ദേവീ ശരണം.